യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവിയെ ആഘോഷിക്കുന്ന ഒരു സമയത്തിലേക്കാണ് നമ്മളെല്ലാവരും എത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ. ക്രിസ്ത്യാനികൾ ഉള്ള എല്ലായിടവും, ലോകം മൊത്തം, ഒരു രാജ്യത്ത് മാത്രമല്ല, ഒരു ഗ്രൂപ്പിൻ്റെ ഇടയിൽ മാത്രമല്ല, കുറച്ചു പേരുടെ ഇടയിൽ മാത്രമല്ല, ലോകം മൊത്തം ആഘോഷിക്കുന്ന ഒരു ആഘോഷമുണ്ടെങ്കിൽ, ലോകം മൊത്തം അംഗീകരിക്കുന്ന ഒരു ജനനമുണ്ടെങ്കിൽ അത് യേശു ക്രിസ്തുവിൻ്റെ ജനനമാണ്. ഹല്ലേലൂയ. ആമേൻ, സ്തോത്രം. ലോകം അംഗീകരിച്ച ഒരു നേതാവ്, ആരെ സൺഡേ സ്കൂള് പഠിപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ പറയുന്നത് ഞാൻ ശ്രദ്ധിച്ചു. പ്രൈസ് ലോ. ആമേൻ. ലോകം അംഗീകരിച്ച ഒരു നേതാവ് ഉണ്ടെങ്കിൽ അത് നമ്മൾ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവാണ്. ഏതെങ്കിലും ഒരു രാജ്യത്തിലല്ല, ഏതെങ്കിലും ഒരു ജില്ലയിലല്ല, ഏതെങ്കിലും ഒരു സ്ഥലത്തല്ല, ഏതെങ്കിലും ഒരിടത്തല്ല യേശുക്രിസ്തുവിൻ്റെ ജനനവും യേശുക്രിസ്തുവിൻ്റെ ജീവിതവും യേശുക്രിസ്തുവിൻ്റെ കാര്യങ്ങളും നടക്കുന്നത്. പ്രൈസലോ. ഭൂലോകത്തിൻ്റെ മധ്യഭാഗമായ പാലസ്തീനിലാണ് യേശു തിരുപ്പിറവി എടുത്തത്. ആമേൻ നടുവിൽ ഭൂലോകത്തിൻ്റെ മധ്യഭാഗത്ത് തിരുപ്പിറവിയെടുത്ത യേശു ക്രിസ്തുവിൻ്റെ ആ ജനനം ലോകം മൊത്തം അലതല്ലിക്കൊണ്ടിരിക്കുകയാണ്. ഒരു കോണിലല്ല, എവിടെയെങ്കിലും ഒരു മൂലയിലല്ല, ഏതെങ്കിലും ഒരു മുക്കിലല്ല. യേശു ക്രിസ്തു. നമ്മൾ ഒരു കുളത്തിൻ്റെ കരയിൽ പോയിരുന്ന് ഒരു വലിയ കല്ലെടുത്ത് കുളത്തിൻ്റെ നടുക്ക് എറിഞ്ഞാൽ, പ്രൈസലോ, ആ കല്ല് ആ കുളത്തിൻ്റെ നടുവിൽ വീഴുമ്പോൾ ഒരു ഓളം അടിക്കും. ആ ഓളം ഒരു വശത്തേക്കല്ല അടിക്കുന്നത്, പ്രൈസലോ, ഒരു ഭാഗത്തേക്കല്ല അടിക്കുന്നത്, ഒരു സൈഡിലേക്കല്ല അടിക്കുന്നത്. ആ ഓളം നാലുപാടും ഒരുപോലെ അടിക്കും. അതുകൊണ്ടാണ് യേശു ക്രിസ്തു, അതിനുവേണ്ടിയാണ് യേശു ക്രിസ്തു ഭൂലോകത്തിൻ്റെ മധ്യഭാഗത്ത് ഇറങ്ങി വന്നത്. പ്രൈസ് ലോ. ആമേൻ. യേശു ക്രിസ്തു ലോകത്തിൻ്റെ മധ്യഭാഗത്ത് ഇറങ്ങിയതിൻ്റെ കാരണം അവിടെ ജനിച്ച യേശു, അവിടെ അവതരിച്ച യേശുവിൻ്റെ തിരുപ്പിറവി ലോകം മൊത്തം ഒരുപോലെ അലതല്ലണം. അവിടെ നിന്ന് നാലുപാടും ഒരുപോലെ അറിയണം, നാലുപാടും ഒരുപോലെ പോകണം, ഒരുപോലെ ഓളങ്ങൾ, ആ കുളത്തിലെ ഓളങ്ങൾ നാലുപാടും പോകുന്നത് പോലെ യേശു ക്രിസ്തുവിൻ്റെ ആ ജനനം നാലുപാടും ഒരുപോലെ പോകുവാനാണ്, നാലുപാടും ഒരുപോലെ എത്തിക്കുവാൻ വേണ്ടിയാണ് യേശു ക്രിസ്തു ലോകത്തിൻ്റെ മധ്യഭാഗത്ത് ഇറങ്ങി വരുവാനിടെ. ആർക്കും പിണക്കമില്ല. നമ്മുടെ രാജ്യത്ത് വന്നില്ല, അവരുടെ രാജ്യത്ത് പോയില്ല, അവിടെ പോയില്ല, ഇവിടെ പോയില്ലെന്ന് ആരും പരിഭവമോ പരാതിയോ പറയാതിരിക്കുവാൻ യേശു ക്രിസ്തു ലോകത്തിൻ്റെ മധ്യഭാഗത്ത് ഇറങ്ങി വരുവാനിടയായി തീർന്നു. ആ യേശു ക്രിസ്തുവിൻ്റെ ജനനത്തെ ആഘോഷിക്കുന്ന സമയങ്ങൾ അടുത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ലോ. ആമേൻ. ഇന്ന് 15 ഒരു 10 ദിവസം കഴിഞ്ഞാൽ യേശു ക്രിസ്തു ജനിച്ച ദിവസമായിട്ട് ലോകം മൊത്തം അംഗീകരിക്കുന്നൊരു ദിവസം. പ്രൈസ് ലോ. യേശു ഡിസംബർ 25 ജനിച്ചതെന്ന് ബൈബിളിൽ ഒരിടത്തും പറഞ്ഞിട്ടില്ല. ഹല്ലേലൂയ. യേശു ഡിസംബർ 25 ആമേൻ ജനിച്ചതെന്ന് ചരിത്ര രേഖകളില്ല. ആമേൻ, സ്തോത്രം. യേശു ക്രിസ്തുവിൻ്റെ ജനനം, യേശു ജനിച്ചു. പ്രൈസ് ലോ. ബൈബിളിലോ ചരിത്രകാരന്മാരോ അങ്ങനെയുള്ള രേഖകളിൽ ഒന്നും ഡിസംബർ 25 യേശു ജനിച്ചതെന്ന് ഇന്നുവരെ, ഈ നിമിഷം വരെ ആരും തെളിയിച്ചിട്ടില്ല. ഹല്ലേലൂയ. ആരും തെളിയിക്കാത്ത ഒരു സത്യമാണ് യേശുവിൻ്റെ ജനനത്തിൻ്റെ ഡേറ്റ്. പ്രൈസ് ലോ. പക്ഷേ യേശു ജനിച്ചു, അത് ഉറപ്പായ കാര്യമാണ്. അതിൻ്റെ രേഖകളുണ്ട്, അതിൻ്റെ ചരിത്രങ്ങളുണ്ട്. ഹല്ലേലൂയ. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൻ്റെതായ രേഖകൾ ആമേൻ വിശുദ്ധ വേദപുസ്തകം നമ്മൾ പഠിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. പ്രൈസ് ലോ. വേദപുസ്തകം വ്യക്തമായി പഠിക്കുമ്പോൾ യേശു എവിടെ ജനിക്കുമെന്നും എങ്ങനെ ജനിക്കുമെന്നും ആരിലൂടെ ജനിക്കുമെന്നും എപ്പോൾ ജനിക്കുമെന്നും ഒക്കെ പ്രവാചകന്മാർ യേശു ജനിക്കുന്നതിനും വർഷങ്ങൾക്ക് മുമ്പ് ആമേൻ വളരെ വ്യക്തമായിട്ട് തന്നെ ആമേൻ സ്തോത്രം എഴുതിയിട്ടുണ്ട്. അത് മത്തായി സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ മത്തായി സുവിശേഷത്തിൽ 2-ാം അധ്യായത്തിൽ നമുക്ക് വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയും. 2-ാം അധ്യായം അതിൻ്റെ 1-ാം വാക്യം ഒന്ന് വായിച്ചേ. ഹെരോദാവിൻ്റെ കാലത്ത് യേശു യഹൂദിയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം
ആമേൻ, സ്തോത്രം. അവിടെ ഇതാ വ്യക്തമായിട്ട് നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ഹെരോദ രാജാവിൻ്റെ കാലത്ത് യേശു യഹൂദിയയിലെ ബെത്ലഹേമിൽ ജനിച്ച ശേഷം കിഴക്ക് നിന്ന് വിദ്വാൻമാർ യെരൂശലേമിലേക്ക് ആമേൻ എത്തി എന്നതാണ്. അപ്പോൾ യേശുവിൻ്റെ ജനനത്തിൻ്റെതായ കാര്യം വ്യക്തമായിട്ട് അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. യേശു ജനിച്ചപ്പോൾ ആമേൻ, യേശു ക്രിസ്തു ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം തെളിവായി. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ ജനനത്തിൽ ഒരു നക്ഷത്രം തെളിവായെന്ന് വനനിരീക്ഷകന്മാർക്ക് മനസ്സിലാക്കുവാൻ വേണ്ടി കഴിഞ്ഞു. ഏതൊരു വ്യക്തി ജനിക്കുമ്പോഴും നക്ഷത്രം തെളിവാകത്തില്ല. മഹാനായ അലക്സാണ്ടർ ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം തെളിവായെന്നും ആസിയയിലെ വിനാശകൻ എന്ന് പറയുന്ന ഒരു വ്യക്തി ജന്മമെടുത്തു എന്നൊക്കെ ജോമേൻ സ്തോത്രം ചരിത്ര രേഖകളിൽ രേഖപ്പെടുത്തി വെച്ചത് ഞാൻ വായിച്ചിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലുള്ള മഹാന്മാരായി തീരേണ്ട വ്യക്തികൾ ജനിക്കുമ്പോൾ പ്രത്യേക നക്ഷത്രങ്ങൾ വെളിവാകുമെന്ന് ചില ജ്യോതിർഗോള നിരീക്ഷകർ അഭിപ്രായപ്പെടുന്നത് ഞാൻ എവിടെയോ വായിച്ച്, ബൈബിളിലല്ല പുസ്തകത്തിൽ വായിച്ച് എനിക്ക് ഓർമ്മ വരുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇതുപോലെ മഹാനായ അലക്സാണ്ടർ ജനിച്ചപ്പോഴും ഒരു നക്ഷത്രം തെളിവായി എന്നാണ് ചരിത്രരേഖകൾ പറയുന്നുണ്ട്. ഇതുപോലെ യേശു ക്രിസ്തു ജനിച്ചപ്പോഴും ഒരു നക്ഷത്രം തെളിവായി. പ്രൈസ് ദി ലോർഡ്. യേശു ക്രിസ്തുവിൻ്റെ ആമേൻ ജനന സമയത്ത് വെളിപ്പെട്ട നക്ഷത്രം വാനനിരീക്ഷകന്മാരത് മനസ്സിലാക്കിയപ്പോൾ ആ നക്ഷത്രത്തിന് പ്രത്യേകതയുണ്ട്. ഒരു വാൽ നക്ഷത്രമായി മനസ്സിലാക്കുവാനും ആ നക്ഷത്രത്തിൽ ഒരു മനുഷ്യൻ തിരുപിറവി എടുത്തിട്ടുണ്ടെന്നും ഒക്കെ അവർക്ക് മനസ്സിലായി. അവർ ചരിത്രരേഖകളൊക്കെ പരിശോധിച്ചപ്പോൾ ലോകത്തിൻ്റെ രക്ഷകനായി ഒരുവൻ ഈ ഭൂമിയിലേക്ക് അവതരിച്ചിരിക്കുന്നു എന്നവർക്ക് മനസ്സിലായി. ഇതൊരു സാധാരണ നക്ഷത്രമല്ല. ഈ നക്ഷത്രത്തിന് പ്രത്യേകതയുണ്ട്. ഈ നക്ഷത്രം ചലിക്കുന്ന നക്ഷത്രമാണ്. ഈ നക്ഷത്രം ഒരു സാധാരണ നക്ഷത്രമായിരിക്കുന്നതല്ല എന്നവർക്ക് മനസ്സിലായി. ആ നക്ഷത്രത്തെക്കുറിച്ച് അവർ പഠിക്കുകയും ആ പഠനാനന്തരമായി അവർ ആ നക്ഷത്രത്തെ ഫോളോ ചെയ്യുവാൻ ഇടയായി തീർന്നു. അങ്ങനെയാണ് ആമേൻ, സ്തോത്രം, സ്വർഗത്തിലെ ദൈവത്തിൻ്റെ തിരുപിറവി ലോകത്തിന് വെളിപ്പെട്ടു വരുന്നത്. പ്രൈസ് ദി ലോർഡ്. സ്വർഗത്തിലെ കർത്താവ് അല്ലെങ്കിൽ യേശു കർത്താവ് ഈ ഭൂമിയിൽ അവതരിച്ചപ്പോൾ ആമേൻ രണ്ടു തരത്തിലുള്ള അറിയിപ്പുകൾ ഈ ലോകത്തിന് കിട്ടി. ഒന്ന്, ആമേൻ വിദ്വാൻമാർക്ക് ഒരറിയിപ്പ് കിട്ടി. രണ്ട്, ഇടയന്മാർക്ക് ഒരറിയിപ്പ് കിട്ടി. പ്രൈസ് ദി ലോർഡ്. ആദ്യം അറിഞ്ഞതാരാ? വിദ്വാൻമാരാണോ ഇടയന്മാരാണോ ആദ്യം അറിഞ്ഞത്? പ്രൈസ് ദി ലോർഡ്. ആരാ? പ്രൈസ് ദി ലോർഡ്. വിദ്വാൻമാരാണോ ആദ്യം അറിഞ്ഞത്? ആമേൻ ഇടയന്മാരാണോ ആദ്യം അറിഞ്ഞത്? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നമ്മൾ വായിച്ച ഭാഗത്തിൽ തന്നെ നമുക്കൊന്ന് നോക്കാം. ആദ്യം അറിഞ്ഞത് ആരാ? 2-ാം അധ്യായം അതിൻ്റെ 9-ാം വാക്യം ഒന്ന് വായിച്ചു. 9-ാം വാക്യം. രാജാവ് പറഞ്ഞത് കേട്ട് അവർ കിഴക്ക് കണ്ട നക്ഷത്രം, അവിടെ ഒരു പദം പറയുന്നുണ്ട്, ശിശു ഇരിക്കുന്ന സ്ഥലത്ത്. ഹല്ലേലൂയ. അപ്പോൾ യേശു കർത്താവ് ഇരിക്കാൻ പ്രായമായ സമയത്താണ് വിദ്വാൻമാർ യേശുവിനെ കാണുന്നത്, അല്ലേ? അവിടെ വ്യക്തമായി എഴുതിയിരിക്കുകയല്ലേ, ശിശു ഇരിക്കുന്ന സ്ഥലത്ത്. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനം ജ്ഞാനികൾക്ക് വെളിപ്പെട്ടത് ആമേൻ, സ്തോത്രം, ഇരിക്കാൻ പ്രായമായ സമയത്താണ്. ജ്ഞാനികൾ യേശുവിനെ കണ്ടത് ഇരിക്കാൻ പ്രായമായ സമയത്താണ്. യേശുവിനെ ജ്ഞാനികൾക്കും വിദ്വാൻമാർക്കും അറിവുള്ളവർക്കും വാനനിരീക്ഷകന്മാർക്കും കാണുവാൻ വേണ്ടി കഴിഞ്ഞത് ആമേൻ ഒത്തിരി സമയം. എന്നാൽ ഇടയന്മാര് എന്നാ കണ്ടത്. ഹല്ലേലൂയ. വായിച്ചാട്ടെ, ലൂക്കോസ് വിശേഷം 2-ാം അധ്യായം അതിൻ്റെ 8-ാം വാക്യം ഒന്ന് വായിച്ചേ. അവിടെ നമുക്ക് കാണുവാൻ വേണ്ടി അന്ന് ആ പ്രദേശത്ത് ഇടയന്മാർ രാത്രിയിൽ ആട്ടിൻകൂട്ടത്തെ കാവൽ കാത്ത് വെളിയിൽ പാർത്തിരുന്നു. അപ്പോൾ
കർത്താവിൻ്റെ ഒരു ദൂതൻ അവരുടെ അരികെ നിന്നു. കർത്താവിൻ്റെ തേജസ് അവരെ ചുറ്റിമിന്നി. ദൂതൻ അവരോട്, ഭയപ്പെടേണ്ട, സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ള ഒരു യേശു ക്രിസ്തുവിൻ്റെ ജനനം ഒന്ന് കയറ്റി ഞാൻ പറഞ്ഞു വിടുകയാ. യേശു ക്രിസ്തുവിൻ്റെ ജനം മതം മാറ്റാനല്ല, സർവ്വലോകത്തിനും സന്തോഷമായ ജനനമാണ്. സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷമാണ് യേശുവിൻ്റെ ജനനം. ലോകത്തിനൊരു സന്തോഷമാണ്. ഇന്ന് എത്രയോ പേര് സന്തോഷിക്കുന്ന, ലൈറ്റുകളും സ്റ്റാറുകളും എല്ലാം തൂക്കി അവിടെ ഇവിടെ സന്തോഷിക്കുന്ന എന്തെന്നറിയാമോ? ലോകത്തിലൊരു രക്ഷകൻ ജനിച്ചു. അപ്പോൾ യേശു ക്രിസ്തുവിൻ്റെ ജനനം, ദൂതൻ പറയുന്നത് സർവ്വജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷീകരിക്കുന്നു. എന്നിട്ട് ഇന്ന് ദാവീദിന്റെ പട്ടണത്തിൽ നിങ്ങൾക്കായി ജനിച്ചിരിക്കുന്നു. അടുത്ത് നിങ്ങൾക്കടയാളമോ? ഹല്ലേലൂയ. ആദ്യം അവരോട് സ്വർഗത്തിലെ ദൈവം ആമേൻ പറഞ്ഞ ഒരു സംഭവം എന്ന് പറയുന്നത്, യേശു ക്രിസ്തുവിനെ നിങ്ങൾ കാണും. പ്രൈസ് ലോ, ഹല്ലേലൂയ. ശീലകൾ ചുറ്റി പശുത്തൊട്ടിൽ കിടക്കുന്ന മറ്റത് ഇരിക്കുന്ന, ഇവിടെ കിടക്കുന്ന. പ്രൈസ് ലോ. യേശു ക്രിസ്തുവിനെ കുറിച്ച് ആമേൻ അറിവില്ലാത്തവർക്ക് ദൂതനെ ദൈവം അയച്ചറിയിച്ചു കൊടുത്തു. ഹല്ലേലൂയ. നേരെ തിരിച്ചായിരുന്നെങ്കിലോ, ഇവർക്ക് നക്ഷത്രം കൊടുത്തിരുന്നെങ്കിൽ ഇവർക്ക് വല്ലോ, ഇവർ ആട്ടിടയന്മാർ ആടുകളെ അവിടെ ഇട്ടിട്ട് മേളിലോട്ട് പോകുമ്പോൾ അവിടെ ഒരു നല്ലൊരു നക്ഷത്രം, പതിവില്ലാത്തൊരു നക്ഷത്രം, നല്ല വെളിച്ചമുണ്ട്, സൂര്യൻ്റെ അത്ര വെട്ടമുണ്ട്, കൊള്ളാം. കുറേ നേരം അതും ഇതുമൊക്കെ പറഞ്ഞ് ഇവർ കിടന്ന് ഉറങ്ങിപ്പോകും. പ്രൈസ് ലോ. ഇവർക്ക് നക്ഷത്രം ഏതെന്നോ എന്തെന്നോ അറിയത്തില്ല, അവർക്ക് മനസ്സിലാകത്തില്ല. എന്നാൽ അവർക്ക് മനസ്സിലാകുന്ന ഭാഷയിൽ ദൈവത്തിൻ്റെ ദൂതൻ അവിടെ അവരോട് വെളിപ്പെടുത്തി പറയുക, നിങ്ങൾക്ക് അടയാളമോ? ഹല്ലേലൂയ. നിങ്ങൾക്ക് അടയാളമോ? ആമേൻ. ശീലകൾ ചുറ്റി പശുത്തൊട്ടിയിൽ കിടക്കുന്ന ഒരു ശിശുവിനെ നിങ്ങൾ കാണും. ഹല്ലേലൂയ. അപ്പോൾ നിങ്ങൾ കാണും എന്ന് പറയുമ്പോൾ അവർ കണ്ടു. പ്രൈസ് ദി ലോർഡ്. അവർക്ക് കാണാനുള്ള സമയത്ത് കിടക്കുന്ന ശിശുവിനെ കാണുമെന്ന് ദൈവം അവരോട് പറഞ്ഞപ്പോ ആമേൻ, അവർ അത് കണ്ടു എന്ന് നമ്മൾ പൂർണ്ണമായി ഉറപ്പിക്കുകയാണ്. നിങ്ങൾ കാണും. ദൈവം ഒരു കാര്യം കാണുമെന്ന് പറഞ്ഞാൽ ഇന്നു പകൽ അത് കാണിക്കുന്ന ദൈവം തന്നെയാണ്. കിടക്കുന്ന ശിശുവിനെ ഇവിടെ ആമേൻ, വിദ്യാഭ്യാസമില്ലാത്തവർ, കഴിവില്ലാത്തവർ, കാര്യപ്രാപ്തിയില്ലാത്തവർ, പഠിത്തമില്ലാത്തവർ, വെറും ആട്ടിടയന്മാർ, പള്ളി കൊടുത്തു പോകാത്തവർ ആമേ കണ്ടപ്പോ ആമേ അറിവുള്ളവർ, കഴിവുള്ളവർ, വാനനിരീക്ഷകന്മാർ ആമേ യേശുവിനെ കണ്ടതെന്നറിയാമോ? ആമേ വർഷങ്ങൾ മാസങ്ങൾ കഴിഞ്ഞ് ഇരിക്കുന്ന ശിശുവിനെയാണ് കണ്ടത്. ഹെരോദാവിന്റെ ഭാഷയിൽ പറഞ്ഞാൽ 2 വയസ്സോടടുക്കുന്ന സമയത്താണ് അറിവുള്ളവർ യേശുവിനെ കണ്ടത്. 2 വയസ്സോടടുക്കുന്ന സമയമാണ് ആമേ അവർ യേശുവിനെ മനസ്സിലാക്കിയത്, അവർ യേശുവിൻ്റെ അടുക്കൽ എത്തിയത്. ഹല്ലേലൂയ. ഇന്ന് പകൽ ഒരു സന്ദേശം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അറിവുള്ളവർ പലപ്പോഴും കാണാനെത്തി ലേറ്റാകും കേട്ടോ. അവർ ചിലപ്പോൾ മരണത്തിനും ജീവനും ഇടയിൽ വെച്ചായിരിക്കും കാണുന്നത്. സാധുക്കളെന്ന് പറയുന്ന, വലിയ വിദ്യാഭ്യാസമില്ലെന്ന് പറയുന്ന, വലിയ പഠിത്തമില്ലെന്ന് പറയുന്ന, വലിയ കഴിവില്ലെന്ന് പറയുന്ന നമുക്കൊക്കെ അല്പം നേരത്തെ ദൈവത്തെ കാണാൻ ഭാഗ്യം കിട്ടിയതോർത്ത് ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. യേശു ജനിക്കുന്നതിനും 1400 വർഷങ്ങൾക്ക് മുമ്പ് ബിലയാം പ്രവചിച്ചു. എന്തെന്നറിയാമോ? സംഖ്യാപുസ്തകം 24-ാം അധ്യായം 17-ാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് അവിടെ ബിലയാം പറയുന്ന ഒരു കാര്യമുണ്ടെന്ന് വായിച്ചാട്ടെ. ആമേൻ. ഞാൻ അവനെ കാണും, ഇപ്പോഴല്ലതാനും, ഞാൻ അവനെ ദർശിക്കും, അടുത്തല്ലതാനും. യാക്കോബിൽ കണ്ടോ, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. അടുത്ത് ആമേ, യാക്കോബിൽ നിന്ന് ഒരു നക്ഷത്രം ഉദിക്കും. ഹല്ലേലൂയ.
പ്രൈസ് ദി ലോർഡ്. യാക്കോബിൽ നിന്നൊരു നക്ഷത്രം ഉദിക്കും. നക്ഷത്രത്തിന് പ്രാധാന്യതയൊന്നുമില്ല. ഉണ്ടോ? പ്രൈസ് ദി ലോർഡ്. നക്ഷത്രത്തിന് പ്രാധാന്യതയൊന്നുമില്ല. യേശു ജനിച്ചത് വിദ്വാൻമാർക്കൊരു വഴികാട്ടിയായി വെളിപ്പെട്ടെന്നേ ഉള്ളൂ എന്ന് പറഞ്ഞ് ആമേൻ സ്തോത്രം ഹല്ലേലൂയ. നാട് മൊത്തം നക്ഷത്രം കെട്ടി നമ്മൾ നടന്നിട്ടൊന്നും കാര്യമില്ല. പ്രൈസ് ദി ലോർഡ് ഹല്ലേലൂയ. യേശുവിനൊരു വഴികാട്ടിയായി. പ്രാവിനും പ്രാധാന്യമില്ല. യേശു കർത്താവ് സ്നാനപ്പെട്ട് കയറിയപ്പോൾ പരിശുദ്ധാത്മാവ് പ്രാവെന്ന പോലെ ആമേൻ സ്തോത്രം യേശുവിൻ്റെ ശരീരത്തിലേക്ക് ഇറങ്ങി എന്നതേ ഉള്ളൂ. അതുകൊണ്ട് പ്രാവിന് പ്രാധാന്യമില്ല, കുരിശിനും പ്രാധാന്യമില്ല, നക്ഷത്രത്തിനും പ്രാധാന്യമില്ല. കുരിശ് യേശു ക്രൂശിക്കപ്പെട്ടെന്നേ ഉള്ളൂ. ആമേൻ. അല്ലെങ്കിൽ അത് ശാപത്തിൻ്റെ ചിഹ്നമായിരുന്നു. നമ്മൾ കഴുത്തി കെട്ടിത്തൂക്കിയോ നമ്മൾ അതിനെ എടുത്തുകൊണ്ടോ നടക്കത്തില്ലായിരുന്നു. യേശു ക്രൂശിക്കപ്പെട്ടത് കൊണ്ട് ക്രൂശിന് പ്രാധാന്യതയുണ്ടായി. യേശുവിന് വഴിയാട്ടിയായി നക്ഷത്രം തീർന്നത് കൊണ്ട് നക്ഷത്രത്തിന് പ്രാധാന്യതയുണ്ടായി. യേശു ക്രിസ്തുവിൻ്റെ മേൽ പരിശുദ്ധാത്മാവ് പ്രാവെന്ന രൂപത്തിൽ ഇറങ്ങിയത് കൊണ്ട് പ്രാവിന് പ്രാധാന്യതയുണ്ടായി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, എന്നെയും നിങ്ങളെയും ആർക്കും വേണ്ടാത്തതായിരുന്നു. ഒരു കണ്ണിനും ദയവ് തോന്നാത്തതായിരുന്നു. എല്ലാവരും വിടക്കം നെണ്ണിയവരായിരുന്നു. ആർക്കും ഒരു മാന്യത ഇല്ലാത്തതായിരുന്നു. പക്ഷെ കർത്താവ് നിന്റെ ഭവനത്തിൽ വന്നപ്പോ, കർത്താവ് നിന്റെ വാഹനമേറിയപ്പോ, കർത്താവിന്റെ മകനായി മകളായി നീ ഇന്ന് പകൽ മാറിയപ്പോ നിന്റെ മേലൊരു പ്രത്യേകതയുണ്ടായി. നീ ഒരു വ്യത്യസ്തനായി മാറി. നിനക്ക് ഒരു മാന്യതയുണ്ടായി. ഇന്ന് നീ അനുഭവിക്കുന്ന മാന്യതകൾ, ഇന്ന് നീ ചുമക്കുന്ന അനുഗ്രഹങ്ങൾ, ഇന്ന് നീ ഏതൊക്കെ മണ്ഡലത്തിലെത്തിയോ അതെല്ലാം കർത്താവ് തന്നതാണെന്ന് ഇന്ന് പകൽ ഉറപ്പുള്ള ദൈവമക്കൾ ഒരു സ്തോത്രം പറഞ്ഞേ. ഇന്ന് പകൽ ഉറപ്പുള്ള ദൈവമക്കൾ ഇന്ന് പകൽക്കാലം സ്തോത്രം പറഞ്ഞേ. എത്ര പേര് ചേർന്ന് ഇന്ന് പകൽക്കാലം കർത്താവിന് സ്തോത്രം ചെയ്യും? ഹല്ലേലൂയ. ആ നന്ദിയുള്ള ഹൃദയത്തോടെ ഒന്ന് സ്തോത്രം ചെയ്തേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അറിവുള്ളവർക്കും കാര്യങ്ങളൊക്കെ തെറ്റും. പ്രൈസ് ദി ലോർഡ്. വിദ്വാൻമാർ നക്ഷത്രം വെളിപ്പെട്ടപ്പോൾ നക്ഷത്രത്തെ നോക്കി ഇതൊരു സാധാരണ നക്ഷത്രമല്ല എന്നും ഇതിൻ്റെ പുറകിൽ ഒരു ലോകത്തിലെ ഒരു വീണ്ടെടുപ്പുകാരൻ ജനിച്ചിട്ടുണ്ടെന്നും ഈ നക്ഷത്രത്തിനൊരു പ്രത്യേകത ഉണ്ടെന്ന് അവർക്ക് ഗ്രഹിക്കാൻ പറ്റി. പക്ഷേ ആ നക്ഷത്രത്തെ ഫോളോ ചെയ്ത് അവർക്ക് എത്തേണ്ടടുത്ത് എത്താൻ പറ്റിയില്ല ആദ്യം. പ്രൈസ് ദി ലോർഡ്. അവർക്ക് അറിവുണ്ട്, നക്ഷത്രത്തെ വിവേചിക്കാനുള്ള അറിവുണ്ട്, നക്ഷത്രത്തെക്കുറിച്ച് പഠിക്കാനുള്ള അറിവുണ്ട്. ഈ നക്ഷത്രം എന്താണെന്നും ഈ നക്ഷത്രത്തിൻ്റെതായ പിറവിയുടെ ഉദ്ദേശം എന്താണെന്നും ഈ നക്ഷത്രത്തിൻ്റെ പുറകിൽ എന്തൊക്കെയാണെന്നും ശക്തമായി വ്യക്തമായിട്ട് വാന നിരീക്ഷകന്മാർ പഠിച്ചു. അപ്പോൾ ഇവിടെ ഇതാ കിഴക്ക് നിന്ന് വിദ്വാൻമാർ യാത്ര തിരിച്ചു. നക്ഷത്രം അവർക്ക് മുൻപായി പൊക്കൊണ്ടിരുന്നു. അവർ പോയി കുറേ ദൂരം പോയപ്പോൾ പ്രൗഢഗംഭീരമായ ഒരു വലിയ കൊട്ടാരം, ഹെരോദാവിൻ്റെ കൊട്ടാരം, ആമേ സ്തോത്രം, അവർക്ക് അവരുടെ മുമ്പിൽ തെളിഞ്ഞു വന്നു. രാജാവ് ജനിക്കണമെങ്കിൽ അത് കൊട്ടാരത്തിലായിരിക്കാനാണ് സാധ്യത. ആമേ നക്ഷത്രം പോകുന്നത് അങ്ങോട്ടാണ്, പക്ഷെ കൊട്ടാരം ഇങ്ങോട്ടാണ്. അവർ അല്പസമയം നിന്നു. ആമേൻ. അവർക്കിടെ കൂടെ നക്ഷത്രം വരുന്നോ എന്ന് നോക്കി, വരുന്നില്ല. അവർ തമ്മിൽ പറഞ്ഞു, ആമേൻ, രാജാവ് ജനിക്കണമെങ്കിൽ കൊട്ടാരത്തിലേ ജനിക്കത്തുള്ളൂ. അവർ ദൈവത്തിൻ്റെ ആ കാര്യം വിട്ടിട്ട് ബുദ്ധിയിൽ ആശ്രയിച്ചു. ദർശനം അവർ കളഞ്ഞിട്ട് ബുദ്ധിയിൽ ആശ്രയിച്ചു. ദർശനം കണ്ട അവർ ഇറങ്ങിയത്, വെളിപ്പാട് കണ്ട ഇറങ്ങിയത്. മുകളിൽ ഒരു ദർശനം കണ്ട് ഒരു നക്ഷത്രം വെളിവായത് കണ്ടാണ് അവർ ഇറങ്ങിയത്. ഹല്ലേലൂയ. പക്ഷേ ആമേൻ സ്തോത്രം, പാതി വഴി എത്തിയപ്പോൾ ദർശനത്തെ അവർ വിട്ടിട്ട് ബുദ്ധിയിൽ ആശ്രയിച്ചു. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം പറയാം. ദൈവം ദർശനം തന്നാൽ എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ അവൻ മതിയായ ദൈവമാണ്. ദൈവം നിനക്കൊരു വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു ദർശനം തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു ആലോചന തന്നിട്ടുണ്ടെങ്കിൽ, ദൈവം നിനക്കൊരു വചനം തന്നിട്ടുണ്ടെങ്കിൽ ആ വചനം മുറുകെ പിടിക്ക്, ആ ആലോചന മുറുകെ പിടിക്ക്, ആ ദർശനം മുറുകെ പിടിക്ക്. അതിൻ്റെ പുറകെ നീ പൊക്കൊണ്ടിരുന്നാൽ മതി. നിന്നെ എത്തിക്കേണ്ട ഇടത്ത് ആ തമ്പുരാൻ എവിടെ എത്തിച്ചിരിക്കോ.
എത്ര തടസ്സങ്ങൾ വന്നാലും, എത്ര പ്രതികൂലങ്ങൾ വന്നാലും, എത്ര ശക്തമായ എതിരുകൾ വന്നാലും, ഇന്നോ പകൽ നിന്നെ എത്തിക്കേണ്ടടുത്ത്, നിന്നെ ആക്കേണ്ടടുത്ത്, നിന്നെ കൊണ്ടെത്തിക്കേണ്ടടുത്ത് സ്വർഗത്തിലെ ദൈവം എത്തിക്കോ. വഴിയിലിട്ടേച്ചു പോകത്തില്ല, വഴി തെറ്റിക്കത്തില്ല, റോങ്ങായ വഴിയിലൂടെ കൊണ്ടുപോകത്തില്ല, എവിടെയെങ്കിലും കൊണ്ട് തകർക്കത്തില്ല. ഇന്നോ പകൽ നീ എത്തേണ്ട ഇടത്ത് എത്തിക്കാതെ ദൈവത്തിൻ്റെ കൈ നിന്നിൽ നിന്ന് എടുക്കത്തില്ല. ഇന്നോ പകൽക്കാലം പുറകിൽ നിന്നൊരു ശബ്ദം നിനക്ക് കേൾപ്പിച്ചു തരും. വഴി ഇതാകുന്നു. ആമേൻ. ദൈവത്തിൻ്റെ വചനം പറയുന്നു, ഞാൻ നിന്നെ ഉപദേശിച്ചു നടക്കേണ്ടുന്ന വഴി കാണിച്ചു തരൂ, ഞാൻ നിന്റെ മേൽ ദൃഷ്ടി വച്ച് ആലോചന പറഞ്ഞു തരൂ. ഇന്നോ പകൽ വഴി തെറ്റി ആരെങ്കിലും പൊക്കൊണ്ടിരിക്കുന്നെങ്കിൽ ഈ പകൽ ഒന്ന് നിൽക്ക്, ഒന്ന് ചിന്തിക്ക്, ദൈവത്തോട് പ്രാർത്ഥിക്ക്, ഒന്ന് മടങ്ങി വാ. ഇന്നോ പകൽക്കാലം തെറ്റായ വഴിയെ, തെറ്റായ പാതയിലൂടെ ഇന്നോ പകൽ പോകരുത്. അവസാനം പരാജയത്തിലേക്ക്, അപകടത്തിലേക്ക്, അനർത്ഥത്തിലേക്ക്, വലിയ ദുരന്തത്തിലേക്ക്, വലിയ 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 പ്രതികൂലത്തിലേക്ക് പോയി പതിച്ച് ജീവിതം, കുടുംബം തകരുന്നതിന് മുമ്പ് ഇന്നു പകൽ വിളിച്ചവനെ നോക്ക്, ഇന്നു പകൽ വിളിച്ചവന്റെ മുഖത്തേക്ക് നോക്ക്, ദർശനം തന്നവന്റെ മുഖത്തേക്ക് നോക്ക്. ഇന്നു പകൽ എത്തിക്കാൻ ശക്തനായ ദൈവം എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ മതിയായവനാണ്. വലിയ കഴിവുള്ളവരാണ്, അറിവുള്ളവരാണ്, വിദ്യാഭ്യാസമുള്ളവരാണ്, വാന നിരീക്ഷകന്മാരാണ്, വിദ്വാൻമാരാണ്, വിദ്യാഭ്യസിച്ചവരാണ്. പക്ഷെ തെറ്റിപ്പോയി, തെറ്റിപ്പോയി, തെറ്റിപ്പോയി. ഇന്നു പകൽക്കാലം ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്നൊരു ദൈവമുണ്ട് കേട്ടോ. ലോകം നിന്നെ കഴിവില്ലാത്തവളെന്ന് പറഞ്ഞാൽ, ലോകം നിന്നെ ബുദ്ധിയില്ലാത്തവനെന്ന് പറഞ്ഞാൽ, ലോകം നിനക്കൊരു കഴിവും ഇല്ലെന്ന് പറഞ്ഞാൽ പേടിക്കണ്ട. ഇന്നു പകൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ മുഖത്തേക്ക് നോക്ക്. എത്തിക്കാൻ മതിയായൊരു ദൈവമാണ്. ഇറങ്ങിത്തിരിച്ചത് ദർശനം കണ്ട്, വെളിപ്പാട് കണ്ട്. പക്ഷേ പാതി വന്നപ്പോൾ ദർശനത്തെയും വെളിപ്പാടിനെയും ദൈവത്തെയും മാറ്റിവെച്ചു, പിന്നെ ബുദ്ധിയിൽ ആശ്രയിച്ചു. അവിടെ അവർക്ക് എന്തു പറ്റിയത്? ജ്യോതിഷ് ശാസ്ത്രജ്ഞന്മാർക്ക് ഇവിടെയാണ് വഴിതെറ്റുവാനിടയായി തീർന്നത്. എത്ര പേര് ചേർന്ന് രാമേം പറയുക? മനോഹരമായ കൊട്ടാരം കണ്ടപ്പോൾ, അവിടുത്തെ വെഞ്ചാമരം വീശുന്നവരെ കണ്ടപ്പോൾ, അവിടത്തേതായ സംഗതികളെല്ലാം കണ്ടപ്പോൾ, അവിടുത്തെ ലൈറ്റ് വെട്ടം കണ്ടപ്പോൾ, ആ കൊട്ടാരത്തിൻ്റെ പ്രൗഢ ഗംഭീരമായ അവസ്ഥകൾ കണ്ടപ്പോൾ വിദ്വാൻമാർ ചിന്തിച്ചു, രാജാവിൻ്റെ തിരുപ്പിറവി ഈ കൊട്ടാരത്തിൽ തന്നെയാണ്, ഇവിടെ അല്ലാതെ പിന്നെ ഒരു കൊട്ടാരമില്ല. ഈ കൊട്ടാരത്തിലെ രാജാവ് ജനിക്കാൻ സാധ്യതയുള്ളൂ, യേശു ജനിക്കാൻ സാധ്യതയുള്ളൂ എന്ന് മനസ്സിലാക്കി നക്ഷത്രത്തെ അവിടെ നിർത്തിയിട്ട് അവർ കൊട്ടാരത്തിലേക്ക് പോയി കയറുവാനിടയായി തീർന്നു. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. തെറ്റ് ചെയ്യുമ്പോൾ ദൈവം നമ്മളെ മുമ്പിലിരുന്ന്, നമ്മുടെ പുറകിലിരുന്ന് നമ്മളോട് സംസാരിക്കും, നമുക്ക് വഴി കാട്ടും. തെറ്റ് വരുമ്പോൾ ഇന്ന് പകൽക്കാലം നക്ഷത്രം വീണ്ടും മുൻപോട്ട് പൊക്കൊണ്ടിരുന്നു. ഇവർ വീണ്ടും എന്ത് ചെയ്തു? ഇങ്ങോട്ട്. നക്ഷത്രം പോകുന്ന വഴി അവർ പോയില്ല, നക്ഷത്രം ചലിക്കുന്ന വഴി അവർ പോയില്ല. അവർ പോയത് ബുദ്ധിയിൽ ആശ്രയിച്ച്. അതുകൊണ്ട് കൊട്ടാരത്തിൽ പോയി അവർ കയറി. ഹല്ലേലൂയ. കൊട്ടാരത്തിൽ പോയി കയറിയപ്പോ സ്തോത്രം. എന്താ വായിച്ചാട്ടെ? മത്തായി സുവിശേഷം 2-ാം അധ്യായം ഒന്ന് വായിച്ചേ താഴോട്ടെ. അവിടെ പോയി ചോദിക്കുകയാ, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? ഹല്ലേലൂയ. ആരാ ഞെട്ടാത്തത്? ഹെരോദാവും ഞെട്ടി, അവിടെ സകലരും ഞെട്ടി. പ്രൈസ് ദി ലോർഡ്. കാരണം ജനിച്ച് വർഷങ്ങൾ കഴിഞ്ഞും ആരെങ്കിലും തല്ലിക്കൊന്നില്ലെങ്കിൽ, അല്ലെങ്കിൽ രാജാവിൻ്റെ മകനല്ലേ, രാജാവിൽ അടുത്ത അനന്തരാവകാശിയല്ലേ, ചിലപ്പോൾ സഹോദരന്മാർ തന്നെ തല്ലിക്കൊല്ലാൻ സാധ്യതയുണ്ട്. ഹല്ലേലൂയ. ചിലപ്പോൾ കുടുംബത്തിലുള്ളവർ എന്നെ വിഷം കൊടുത്ത് കൊല്ലാൻ സാധ്യതയുണ്ട്. കാരണം ഇവൻ മുന്നോട്ട് പോയാൽ രാജാവാകും, ഇവൻ മുന്നോട്ട് പോയാൽ രാജാവ് ആകാൻ സാധ്യതയുണ്ട്, അവൻ അടുത്ത അനന്തരാവകാശിയാണ്. അതുകൊണ്ട് ചിലപ്പോൾ വീട്ടിലുള്ളവർ തന്നെ, ചിലപ്പോൾ കൂട്ടുകാർ തന്നെ, ചിലപ്പോൾ നാട്ടിലുള്ളവർ തന്നെ കൊല്ലാൻ സാധ്യതയുണ്ട്. കൊന്നില്ലെങ്കിൽ, ചത്തില്ലെങ്കിൽ ഭാവിയിൽ രാജാവാകും.
ഉണ്ടാകും. ഹല്ലേലൂയ. അങ്ങനെയാണ് നാട്ടു നടപ്പ്. എന്നാൽ ഇവിടെ ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ വന്ന് വിദ്വാൻമാർ ചോദിക്കുന്നൊരു ചോദ്യമുണ്ട്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? പ്രൈസ് ദി ലോർഡ്. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിച്ചപ്പോൾ ആ ചോദ്യത്തിന് ഉത്തരം കൊടുക്കുവാൻ ഹെരോദാവിനോ അവൻ്റെ കൊട്ടാരത്തിനോ അവിടെയുള്ള ആർക്കും കഴിഞ്ഞില്ല. ഇന്നു പകൽ നിന്റെ ചോദ്യത്തിന് ആൻസർ ഇവിടത്തെ ഒരു ജ്ഞാനികൾക്ക് തരാൻ കഴിയത്തില്ല കേട്ടോ. നീ അനുഭവിക്കുന്ന വിഷയത്തിന് പരിഹാരമോ നിന്റെ പ്രശ്നത്തിന് പരിഹാരമോ ഇന്നു പകൽ ഒരു കൊട്ടാരത്തിലും കിട്ടത്തില്ല, ഒരു വൈദ്യന്മാരുടെ കയ്യിലും കിട്ടത്തില്ല, ഒരു ജ്ഞാനികളുടെ കയ്യിലും കിട്ടത്തില്ല. ഇന്നു പകൽ നിന്റെ ചോദ്യത്തിന് ആൻസർ സ്വർഗത്തിലെ ദൈവം തരും. എത്ര പേര് ചേർന്ന് ആമേൻ പറയോ? ഇന്നു പകൽ ദൈവത്തെ വിട്ടിട്ട്, ആമേൻ, ദൈവത്തിൻ്റെ വചനത്തെ വിട്ടിട്ട് ലോകത്തിൽ ആരുടെ അടുത്ത് പോയി നീ ചോദ്യം ചോദിച്ചാലോ നിന്റെ ചോദ്യത്തിന് ശരിക്കൊരു ആൻസർ കിട്ടത്തില്ല. എത്ര പേര് ചേർന്ന് ആമേൻ പറയോ? ആമേൻ. ദൈവത്തെ വിട്ടിട്ട്, ദൈവവചനം വിട്ടിട്ട് ഇന്നോ പകൽക്കാലം എവിടെയൊക്കെ പോയി നീ കരഞ്ഞാലോ, എവിടെയൊക്കെ പോയി നീ ചോദിച്ചാലോ നിന്റെ ചോദ്യത്തിന് മറുപടി കിട്ടത്തില്ല. അധികാരമുള്ളവർ കാണൂ, പദവിയുള്ളവർ കാണൂ, കയ്യൂക്കുള്ളവർ കാണൂ, കാര്യക്കാർ കാണൂ, അവരുടെയൊക്കെ കയ്യിൽ ഇന്നോ പകൽ നിന്റെ മറുപടി ഉണ്ടാകണമെന്നില്ല. രാജാവിൻ്റെ കയ്യിൽ നിന്റെ മറുപടി ഉണ്ടാകണമെന്നില്ല. ഹല്ലേലൂയ. കാശുള്ളവരുടെ കയ്യിൽ നിന്റെ മറുപടി ഉണ്ടാകണമെന്നില്ല. കഴിവുള്ളവരുടെ കയ്യിൽ നിന്റെ മറുപടി ഉണ്ടാകണമെന്നില്ല. അറിവുള്ളവരുടെ കയ്യിൽ നിന്റെ മറുപടി ഉണ്ടാകണമെന്നില്ല. അവർക്ക് നിനക്ക് മറുപടി തരാൻ കഴിയത്തുമില്ല. ഇന്നോ പകൽ പ്രാർത്ഥിക്കുന്ന ദൈവ പൈതലേ, നിനക്കൊരു മറുപടി തരാൻ ഇവിടത്തെ ജ്ഞാനികൾക്ക് കഴിയത്തില്ല, ഇവിടത്തെ അധികാരികൾക്ക് കഴിയത്തില്ല, ഇവിടത്തെ നിയമപാലകന്മാർക്ക് കഴിയത്തില്ല. നിനക്കൊരു മറുപടി തരാൻ ഇന്നോ പകൽക്കാലം എൻ്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ അല്ലാതെ ഇന്നോ പകൽ കിട്ടത്തില്ല. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ എന്ന് ചോദിച്ചുകൊണ്ട് ഹെരോദാവിൻ്റെ കൊട്ടാരത്തിൽ പോയി കയറിയപ്പോൾ അവിടെ ജ്ഞാനികൾ കുറവായത് കൊണ്ടല്ല, അവിടെ കഴിവുള്ളവർ കുറവായത് കൊണ്ടല്ല, പക്ഷേ ആർക്ക് അവരുടെ ചോദ്യത്തിന് മറുപടി കൊടുക്കാൻ കഴിഞ്ഞില്ല. ഇന്ന് പകൽ അലയണ്ട. നിന്റെ ചോദ്യം ക്ലിയർ ആണെങ്കിൽ ചോദ്യം പ്രൈസലോ ഹെരോദാവിനെ കൊടുക്കാനല്ല എങ്കിൽ ചോദ്യത്തിന് മറുപടി കിട്ടും. പ്രൈസലോ. ചിലർ ചോദ്യം കൊണ്ടങ്ങ് നടക്കും. വല്ല കാര്യമുണ്ടോ? ചോദ്യങ്ങളും കൊണ്ട് ഇഷ്ടം പോലെ നടക്കും. എന്തെങ്കിലും തുമ്പും മൂലയും മുക്കും പിടിച്ചുകൊണ്ട് നടക്കും. അല്ല, അറിയാൻ വേണ്ടിയുള്ളൊരു ചോദ്യമാണെങ്കിൽ ഇന്നോ പകൽ തമ്പുരാൻ നിനക്ക് അറിവ് പകർന്നു തരുമോ? സ്തോത്രം. ഹല്ലേലൂയ. ഇന്നോ പകൽക്കാലം എന്നെ കേൾക്കുന്ന ദൈവമക്കളോടൊരു കാര്യം ഞാൻ വ്യക്തമായി പറയാ. സ്തോത്രം. യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെയെന്ന് ചോദിക്കേണ്ട ഇടത്ത് അല്ല ചോദിച്ചത്. അതേസമയം ദൈവസന്നിധിയിലിരുന്നൊന്ന് കർത്താവേ, വഴി തെറ്റിപ്പോയി, എനിക്കെത്തി വഴി തെറ്റിപ്പോയി, ഇതുവരെ ക്ലിയർ ആയിരുന്നു, എന്തോ എവിടെയോ സംതിങ് റോങ് പറ്റി, എനിക്കൊന്ന് എത്തേണ്ടടുത്ത് എത്തണം, ഒന്ന് പറഞ്ഞതാ കർത്താവേ, എന്തോ ഒരു മിസ്റ്റേക്ക് സംഭവിച്ചു, എൻ്റെ ജീവിതത്തിൽ എന്തോ സംഭവിച്ചു, എൻ്റെ കുഞ്ഞിന് എന്തോ സംഭവിച്ചു, എൻ്റെ കുടുംബത്തിന് എന്തോ സംഭവിച്ചു, എൻ്റെ സഭയ്ക്ക് എന്തോ സംഭവിച്ചു, ഒന്ന് പറഞ്ഞതാ കർത്താവേ എന്ന് ഇന്ന് പകൽ ദൈവസന്നിധിയിൽ നിറമനസ്സോടെ പ്രാർത്ഥിച്ച തമ്പുരാൻ പറഞ്ഞു തരിക തന്നെ ചെയ്യും. ഇന്ന് പകൽ അവിടെ കിടന്ന് ഉരുണ്ട് കൂടുതൽ കുഴപ്പത്തിൽ പോകത്തേ ഉള്ളൂ. എവിടെയെങ്കിലും ഒന്ന് തെറ്റിപ്പോയെങ്കിൽ, എവിടെയെങ്കിലും ഒന്ന് വീണു പോയെങ്കിൽ, എവിടെയെങ്കിലും ഒരു അബദ്ധം പറ്റിയെങ്കിൽ, എവിടെയെങ്കിലും ഒരു പ്രശ്നം സംഭവിച്ചെങ്കിൽ ഇന്ന് പകൽ ഒന്ന് നിൽക്ക്, ദൈവസന്നിധി പ്രാർത്ഥിക്ക്. കർത്താവേ എന്ന് പറഞ്ഞ് ഇന്ന് പകൽ നിലവിളിച്ച് ദൈവസന്നിധി ഇന്ന് പകർഞ്ഞ ഇന്ന് പകൽ പറഞ്ഞു തരാൻ കഴിവുള്ള, പണിതു തരാൻ കഴിവുള്ള, മടക്കി വരുത്താൻ കഴിവുള്ള, തിരിച്ചു വരുത്താൻ കഴിവുള്ള, നിന്നെ കൊണ്ടുപോകാൻ കഴിവുള്ള, എത്തിക്കേണ്ടടുത്ത് എത്തിക്കാൻ കഴിവുള്ള ഒരു ദൈവത്തെയാണ് ഇന്ന് പകൽ ഞാൻ ആരാധിക്കുന്നതെന്ന് ഉറപ്പെത്ര പേർ കൊണ്ട് തെറ്റിപ്പോയെടുത്ത്, വീണുപോയെടുത്ത്, അബദ്ധം പറ്റിയെടുത്ത് ഒന്ന് പകൽ നിന്ന് അപ്പാ വഴി തെറ്റിപ്പോയി, എവിടെയോ ഒന്ന് എന്തോ സംഭവിച്ചു പോയി, ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് ഇന്ന് പകൽ ദൈവ സന്നിധിയിലിരുന്ന് എത്ര പേര് കരയാൻ തയ്യാറാണ്? ഈ പകൽ മടക്കി വരുത്തുന്നൊരു ദൈവമുണ്ട്.
ഇന്ന് പകൽ എത്തിക്കേണ്ട ഇടത്തെത്തിക്കാൻ എൻ്റെ ദൈവം തൻ്റെ ദൂതനെ അയക്കൂ. ഇന്ന് പകൽ നിന്റെ തലമുറയെ, നിന്റെ കുടുംബത്തെ, നിന്റെ കുഞ്ഞിനെ, നിന്റെ ജീവിതത്തെ, നിന്റെ ആരോഗ്യത്തെ ഇന്ന് പകൽ എവിടെ നിനക്ക് തെറ്റിയോ അവിടെ നിന്ന് ഇന്ന് പകൽ മടക്കി വരുത്തുന്നൊരു ദൈവം. എങ്ങനെയാ മറുപടി ഹെരോദാവിന് പറയാൻ കഴിയും? ഒന്ന്, യഹൂദന്മാരുടെ രാജാവായി പിറന്നവൻ എവിടെ? രണ്ട്, അവന്റെ നക്ഷത്രം കിഴക്ക് കണ്ടു. അടുത്ത് പ്രൈസ്തലോർഡ്, ഒരു ശിശു, ഒരു രാജാവ് ജനിച്ചിരിക്കുന്നു. എങ്ങനെയാ സമാധാനം നഷ്ടപ്പെടാതിരിക്കും? എങ്ങനെയാ നഷ്ടപ്പെടാതിരിക്കും? ഉടൻ തന്നെ ഹെരോദാവ് ചെയ്തത് എന്തുവാ? 2-ാം അധ്യായം അതിൻ്റെ 4-5 വാക്യം ഒന്ന് വായിച്ചേ. പ്രൈസലോ, ഹെരോദാവ് ചെയ്തത് എന്തുവാ? ഹെരോദ രാജാവ് അത് കേട്ടിട്ട് ചോദ്യം കേട്ട്, ഇന്ന് വരെ ആരുടെ മുമ്പിലും നടുങ്ങാത്തവൻ, എല്ലാവരെയും നടുക്കിക്കൊണ്ട് നടന്നവൻ, അത്രയ്ക്ക് കയ്യൂക്കും കാര്യബലവും കാശുബലവും ഒക്കെ ഹെരോദാവിന്റെ കയ്യിൽ ഉണ്ടായിരുന്നു. ഹെരോദാവ് ആരുടെ മുമ്പിലും നടുങ്ങിയിട്ടില്ല, ആരുടെ മുമ്പിലും മുട്ടുമടക്കിയിട്ടില്ല. ഹെരോദാവിനെ കുറിച്ച് ചരിത്രം പറയുന്നത് ദുഷ്ടനായൊരു രാജാവാ. 2, ശംശാലുവായ ഒരു രാജാവാ. അവന്റെ മക്കളെയും ഭാര്യയെയും കൊന്നിട്ടുണ്ട്. ഹല്ലേലൂയ. യഹൂദന്മാരെ കൊന്നിട്ടുണ്ട് ഒരുപാട് പേരെ. അവന്റെ സാമ്രാജ്യത്തിന് എതിരെന്ന് തോന്നുന്നവരെയൊക്കെ തട്ടിക്കളയും, വെട്ടിക്കളയും, നശിപ്പിച്ച് കളയും. അങ്ങനെ ഉള്ള ഒരുത്തനായിരുന്നു ഹെരോദാവ്. ദുഷ്ടനും ശംശാലുവായ ഒരുവനായിരുന്നു ഹെരോദാവ്. അവന് മുമ്പിൽ വന്ന് ആമേൻ, ഏതൊക്കെ തടസ്സമുണ്ടോ, എന്തൊക്കെ തടസ്സമുണ്ടോ അതിനെല്ലാം വെട്ടി വെട്ടി മാറ്റുന്ന ഒരു സ്വഭാവക്കാരൻ. എവിടെ ആരെ ജനിക്കട്ടെ, എനിക്കെന്തുവാ, യഹൂദന്മാരുടെ രാജാവായിട്ടല്ലേ ജനിച്ചത്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ഞാൻ അത് ജനിച്ചല്ലേ ഉള്ളൂ. അവൻ വളർന്ന് രാജാവായി വരുമ്പോൾ എൻ്റെ കഥ കഴിയും. പിന്നെ ആര് എന്തോ എങ്ങനെ പോട്ട് എന്ന് ചിന്തിക്കാതെ ഇവൻ വളരരുത്. ഹല്ലേലൂയ. ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ സ്വസ്ഥത നഷ്ടപ്പെട്ടെങ്കിൽ, ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ സാമ്രാജ്യത്തിന് ഇളക്കം സംഭവിച്ചെങ്കിൽ, ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അവൻ്റെ സമാധാനം പോയെങ്കിൽ, ഇന്ന് പകൽക്കാലം ആ ജനനം ഒരു സാധാരണ ജനനമല്ലെന്ന്, ആ ജനനം ഒരു സാധാരണ ജനനമല്ലെന്ന് ഹെരോദാവിന് അറിയാം. തൻ്റെ സാമ്രാജ്യത്തിന് വരുന്നത് ആമേ തടസ്സമാണ്, തൻ്റെ നിലനിൽപ്പിനെയും ബാധിക്കുന്നതാണെന്ന് മനസ്സിലാക്കിയവൻ്റെ അടിമോടി വിറച്ചുപോയവൻ. ഹല്ലേലൂയ. അതുകൊണ്ട് എന്താ ചെയ്തത്? ഉടൻ തന്നെ ഹെരോദാവ് ജനത്തിൻ്റെ മഹാപുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടിവരുത്തി. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും കാരണം വന്ന് പറഞ്ഞത് അന്ത്യോപദേശിയല്ല, വാന നിരീക്ഷകന്മാരാണ്, അറിവുള്ളവരാണ്, കഴിവുള്ളവരാണ്. ആമേ, ഒരു കുഞ്ഞ് ജനിച്ചപ്പോൾ തന്നെ അങ്ങ് കിഴക്ക് നിന്ന് ഇത്രയും അറിയപ്പെടുന്നവർ ഇവിടെ വരണമെങ്കിൽ, ഒരു കുഞ്ഞ് ജനിച്ചെന്ന് കേട്ടപ്പോൾ തന്നെ ഈ ശാസ്ത്രജ്ഞന്മാർ അവിടെ നിന്ന് ഇതുവരെ എത്തണമെങ്കിൽ, ഇന്നു പകൽക്കാലം ആമേ സ്തോത്രം, അതൊരു ചെറിയ ജനനമല്ല. കാരണം അറിയപ്പെടുന്ന വാന നിരീക്ഷകന്മാരാ ഇവിടെ എത്തിയിരിക്കുന്നത്. സമൂഹം അംഗീകരിക്കുന്ന, സമുദായങ്ങൾ അംഗീകരിക്കുന്ന, രാജ്യങ്ങൾ അംഗീകരിക്കുന്ന ആമേ വ്യക്തികൾ ഇതാ വന്നിരിക്കുന്നു. ആരാ വിറയ്ക്കാത്തത്? ആരാ ഭയപ്പെടാത്തത്? ആ കരങ്ങളെ തട്ടി കർത്താവിനൊരു സ്തോത്രം പറഞ്ഞേ. ഹല്ലേലൂയ. ആ കർത്താവിനൊരു സ്തോത്രം പറഞ്ഞു. ഇത്രയും പേര് വന്നപ്പോ ആമേൻ കൊട്ടാരം വല്ലാതെയായി. ഉടൻ തന്നെ ശാസ്ത്രിമാരെയും ആരൊക്കെയാ മതത്തിൻ്റെ പുരോഹിതന്മാരെയും ശാസ്ത്രിമാരെയും എല്ലാം കൂട്ടി വരുത്തി. എന്നിട്ട് അവരോട്, പുരോഹിതന്മാർക്കറിയാത്ത വല്ല കാര്യമുണ്ടോ? ശാസ്ത്രിമാർക്കറിയാത്ത കാര്യമുണ്ടോ? എല്ലാം അരച്ച് കലക്കി കുടിച്ച് വച്ചുകൊണ്ടിരിക്കുന്ന ശാസ്ത്രിമാരെയും വരുത്തി, മഹാപുരോഹിതന്മാരെയും വരുത്തിയിട്ട് ദാ ഈ കിഴക്ക് നിന്ന് വിദ്വാൻമാരിങ്ങനെ ഒരു കാര്യവുമായിട്ട് വന്നിരിക്കുന്നത് വല്ല രേഖകളിലുണ്ടോ? പ്രമാണത്തിൽ വല്ലതും പറയുന്നുണ്ടോ?
ആമേൻ. ന്യായപ്രമാണം എന്തെങ്കിലും അനുശാസിക്കുന്നുണ്ടോ? പുരോഹിതന്മാരെയും വരുത്തി, ശാസ്ത്രിമാരെയും വരുത്തി. ഇന്നോ പകൽ എന്നെ കേൾക്കുന്ന ദൈവം വരെ അറിവില്ലാത്തവർ കൊണ്ട് നടക്കുന്ന സംഭവമല്ല ഇത്. ചിലർ പറയും വിദ്യാഭ്യാസം ഇല്ലാത്തവർ കൊണ്ട് നടക്കുന്ന കാര്യമാണ് ബൈബിളെന്ന്. എന്ന അറിവുള്ള ജ്ഞാനികളുടെ കയ്യിൽ ഇതുണ്ട്. ആമേൻ, സ്തോത്രം, ഹല്ലേലൂയ. ജ്ഞാനികൾ വിശുദ്ധ വേദപുസ്തകത്തിൻ്റെ പ്രത്യേകതകൾ പറയാൻ നിന്നാലേ ഇന്നെൻ്റെ ദൈവം തന്ന ദൂത് നിറവേറ്റാൻ പറ്റത്തില്ല. അത് പരസ്യോഹങ്ങളിൽ പറയേണ്ട കാര്യമാണ്. ഇന്ന് പകൽക്കാലം ഞാനൊരു കാര്യം പറയാം. ആമേൻ, സ്തോത്രം. ജ്ഞാനികളെ വരുത്തി, ശാസ്ത്രിമാരെ വരുത്തി, മഹാപുരോഹിതന്മാരെ വരുത്തി, ആമേൻ, നിയമസംഹിതകളെ നിവർത്തി, ആമേൻ, ന്യായപ്രമാണം വിടർത്തി, ആമേൻ, കാര്യം ഇവർ പറയുന്ന കാര്യം പ്രമാണത്തിലുണ്ടോ, അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് ചോദിച്ചു. യേശു ജനിക്കുമെന്ന് ഹേരോദാവിനറിയാം, പക്ഷെ എവിടെയാണെന്ന് ഹേരോദാവിന് അറിയത്തില്ല. യേശു ജനിക്കുമെന്ന് മഹാപുരോഹിതന്മാർക്കറിയാം, അത് എപ്പോഴാണെന്നറിയത്തില്ല. യേശു ജനിക്കുമെന്ന് ശാസ്ത്രിമാർക്കറിയാം, അത് എവിടെയാണെന്നറിയത്തില്ല. അവരങ്ങോട്ട് നോക്കി. ഉടൻ തന്നെ പാരായണം ചെയ്തപ്പോൾ അവർക്ക് ആമേൻ കാര്യം മനസ്സിലായി. ഉടൻ അവർ വായിച്ചു. എന്താ വായിച്ചു? 6-ാം വാക്യം ഒന്ന് വായിച്ചേ. യഹൂദിയ ദേശത്തിലെ ബത്ലഹേമേ, നീ യഹൂദ പ്രഭുക്കന്മാരിൽ ഒട്ടും ചെറുതല്ല. സ്തോത്രം. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും അവിടെ 2 കള്ളത്തരം കാണിച്ചു. ഇപ്പം കള്ളത്തരം ഇല്ലാത്ത ഇവരൊക്കെ ചുരുക്കം. മഹാപുരോഹിതൻ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരുടെ കയ്യിലാണ് നല്ല ഒന്നാന്തരം കള്ളത്തരങ്ങൾ ഇരിക്കണേ. പ്രൈസ് ദി ലോർഡ്. മഹാപുരോഹിതന്മാർ പിടിച്ചു നിൽക്കണ്ടേ? മഹാപുരോഹിതന്മാർ ഇവിടെ പിടിച്ചു നിൽക്കാം, പക്ഷേ ദൈവത്തിൻ്റെ സന്നിധി പിടിച്ചു നിൽക്കാൻ ജയംബാസിനും കഴിയത്തില്ല, ഒരു മഹാപുരോഹിതന്മാർക്കും കഴിയത്തില്ല. എത്ര പേര് ചേർന്ന് ആമേൻ പറയും? പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ ആമേൻ പറയും. ആമേൻ, സ്തോത്ര. മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും വചനം അറിയാന്നുള്ളവര്, വചനം പഠിപ്പിക്കുന്നവര്, വചനത്തിന്റെ തറവും നിറവും അറിയാന്നുള്ളവര്, വചനം ശരിക്ക് കൈകാര്യം ചെയ്യുന്നവര്, ആമേ, മഹാപുരോഹിതന്മാര് ശാസ്ത്രിമാര്, ആമേ, ഇതാ ഒന്നീ ഹേരോദാവിനെ പ്രസാദിപ്പിച്ച് അല്ലെങ്കിൽ ഭയന്നായിരിക്കും ഇവർ മാറ്റിയത്. ഇവിടെ പറയുന്നത് എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്പ്പാനുള്ളവൻ ഉള്ള തലവൻ നിന്നിൽ നിന്ന് പുറപ്പെടും. ഒന്ന് എടുത്തേ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മീകാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. മീകാ പ്രവാചകന്റെ പുസ്തകം 5-ാം അധ്യായം 2-ാം വാക്യം ഒന്ന് വായിച്ചേ. അങ്ങനെയാണോ പ്രവാചകൻ പറഞ്ഞതെന്നൊന്ന് നോക്കിയേ. നീയോ ബത്ലഹേം എഫ്രാത്തേ, നീ യഹൂദ സഹസ്രത്തിൽ ഇസ്രായേലിന് അധിപതി ആയിരിക്കേണ്ടുന്നവൻ. കണ്ടോ, അവിടെ പറയുന്നത് അധിപതി ആയിരിക്കേണ്ടുന്നവൻ, ഇവിടെ പറയുന്നത് എൻ്റെ ജനമായ ഇസ്രായേലിനെ മേയ്ക്കേണ്ടുന്ന. എന്താ, ആട് മേയ്ക്കുന്ന കാര്യമാണോ? അധിപതി എന്ന് പറഞ്ഞ ഹേരോദാവ് ചിലപ്പോൾ വിദ്വാൻ ശാസ്ത്രിമാരുടെയും ആ മഹാപുരോഹിതന്റെയും കഴുത്തിനെ കൊയ്യും. കാരണം അധിപതിയായിട്ടിരിക്കുന്നവന്റെ മുമ്പിൽ അധിപതി എന്ന് പറയാൻ പോയാൽ അടുത്ത ഒരു അധിപതി ഇതാ എഴുന്നേൽക്കാൻ പോകുകയാ. അടുത്ത ഒരു അധിപതി ഇതാ രംഗപ്രവേശനം ചെയ്തിരിക്കുക. ഇസ്രായേലിന്റെ അധിപതിയായവൻ എന്ന് പറഞ്ഞാൽ അധിപതി എന്ന് ആമേ നെഞ്ചി തട്ടിക്കൊണ്ട് നെറ്റിയിൽ ഒട്ടിച്ചുകൊണ്ട് നടക്കുന്ന ഹേരോദാവിന്റെ മുമ്പിൽ അധിപതി എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ അടുത്ത വാക്ക് പറയാൻ കഴുത്ത് കാണത്തില്ല. വചനം കോട്ടിയാ തീർന്ന്. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിൻ്റെ വചനം പറയുന്നത് ആമേൻ, ദൈവത്തിൻ്റെ വചനത്തിൽ ഒന്നും കൂട്ടരുത് കുറയ്ക്കരുതെന്നാണ്. ഹല്ലേലൂയ. അവസാനം സ്വർഗത്തിലെ ദൈവം നിന്നെ വിസ്തരിക്കുമ്പോൾ നീ തെറ്റുകാരനായി തീരാതിരിക്കേണ്ടതിന് ആമേൻ ദൈവത്തിൻ്റെ വചനം പറയുന്നത് നീ അതിൽ കൂട്ടരുത്. ആമേൻ, ഹല്ലേലൂയ. വെളിപ്പാട് പുസ്തകം 22-ാം അധ്യായം 18-19 വാക്യമെന്ന് തോന്നുന്നു. അവിടെ നമ്മൾ വായിക്കുമ്പോൾ നമുക്ക് കാണുവാൻ വേണ്ടി കഴിയുന്നത് ഒന്നൊന്ന് വായിച്ചേ. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ ലേഖനം 2-ാം അധ്യായം 17-ാം വാക്യം ഒന്ന് വായിച്ചേ. 2 കൊരിന്ത്യർ 2:17 കൂടെ ഒന്ന് ഒരാളെടുത്ത് വായിച്ചേ. വായിച്ചേ. അതല്ല, വെളിപ്പാട് വായിരാദ്യം, അത് ആര് വായിച്ചോളും. ഈ പുസ്തകത്തിലെ പ്രവചനം കേൾക്കുന്ന ഏവനോടും ഞാൻ സാക്ഷീകരിക്കുന്നത് എന്തെന്നാൽ
ആ അതിനോട് ആരെങ്കിലും കൂട്ടിയാൽ ഈ പുസ്തകത്തിൽ എഴുതിയ ആ ബാധകളെ ഞാൻ അവന് വരുത്തു അടുത്ത് കുറച്ചാൽ ആ ആ നീക്കിക്കളഞ്ഞാൽ ആ ആ ആ ആ ഹല്ലേലൂയ. കണ്ട, കൂട്ടാനും പാടില്ല കുറയ്ക്കാനും പാടില്ല. പക്ഷേ ഇവിടെ ശാസ്ത്രിയും മഹാപുരോഹിതനും ആമേൻ രാജാവിൻ്റെ മുമ്പിൽ അല്പം അങ്ങോട്ട് മാറ്റി, ഹല്ലേലൂയ, അല്പം അങ്ങോട്ട് തിരുത്തി പറയുകയാണ്. മാറ്റിയല്ല, തിരുത്തി പറഞ്ഞു. ആമേ അധിപതി എന്നുള്ള വാക്കിൻ്റെ അടുത്ത് ആമേ ഭരിക്കേണ്ടടുത്ത് മേയ്ക്കുക എന്നാക്കി മാറ്റി. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവവേദലെ സദൃശ്യം 36 നമ്മൾ വായിക്കുമ്പോൾ ആമേ സ്വർഗത്തിലെ ദൈവം പറയുന്നു, വചനത്തിൽ കൂട്ടുചേർത്ത ആമേ സ്വർഗത്തിലെ ദൈവം വിസ്തരിക്കുന്നൊരു സമയം വരും. അന്ന് നീ കള്ളനായി തീരാൻ ഇടവരരുത്. ഇന്ന് പകൽ ദൈവമക്കളോട് കാര്യം വ്യക്തമായി പറയാ. ആമേൻ. ഇവിടെ ഇതാ ശാസ്ത്രിമാര് മഹാപുരോഹിതന്മാര് പറയുന്ന ഒരു കാര്യം മാറ്റി പറയുകയാണ്. അല്പം മാറ്റി. ഹല്ലേലൂയ. അല്പം മാറ്റിയല്ലേ പറഞ്ഞോളൂ, പര്യായ പദം പറഞ്ഞോളൂ. ദൈവത്തിൻ്റെ വചനത്തിന് പര്യായ പദമില്ല. ദൈവത്തിൻ്റെ വചനത്തിന് പര്യായ പദങ്ങൾ ചേർക്കേണ്ട ആവശ്യമില്ല. ഇന്നത്തെ ഒരുപാട് ബൈബിളുകൾ പര്യായ പദമായി ചേർത്ത് ഇറക്കുന്ന ബൈബിളുകളുണ്ട്. നമുക്ക് തന്നെ വായിക്കാൻ പറ്റുന്നില്ല. ദൈവവചനം ഇല്ല. അതിൻ്റെ ഒരു വള്ളി പുള്ളി മാറ്റാൻ നിനക്ക് പ്രമാണമില്ല. അതിൻ്റെ ഒരു വള്ളി പുള്ളി മാറ്റാൻ നിനക്ക് അധികാരമില്ല. ഇന്ന് പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ആമേ സ്തോത്ര, ഹെരോദാവിൻ്റെ മുമ്പിൽ ഭയപ്പെട്ട് ഇതാ ശാസ്ത്രിമാരും മഹാപുരോഹിതന്മാരും, നീയോ ബത്ലഹേം എഫ്രാത്തേ, യഹൂദാ സഹസ്രങ്ങളിൽ ചെറുതായിരുന്നാലും ഇസ്രായേലിൻ്റെ അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് അധിപതിയായിരിക്കേണ്ടുന്നവൻ എനിക്ക് നിന്നിൽ നിന്ന് ഉത്ഭവിച്ചു വരും. 2 ആമേൻ സ്തോത്രം പറയുക. ആമേൻ. അതിൻ്റെ അടുത്ത് വയ്ക്കുമ്പം പണ്ടേ ഉള്ളതും അതിനെ വിഴുങ്ങി. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ തല പോകും. ചില സത്യങ്ങൾ വിളിച്ചു പറഞ്ഞാൽ പിന്നെ ആമേ കൊട്ടാരത്തിൽ വിളിക്കത്തില്ല. കൊട്ടാരത്തിൽ പോകുമ്പോൾ ചില ശുശ്രൂഷകരങ്ങനെയാണ്. കൊട്ടാരത്തിൽ പോകുമ്പോൾ അവിടുത്തെ രീതിയിൽ ആമേ സ്തോത്രം, ഹല്ലേലൂയ, ജനറൽ കൺവെൻഷൻ IPC ജനറൽ കൺവെൻഷന് പോകുമ്പോൾ അതിൻ്റെ രീതിയിൽ, IPC ചർച്ചിൽ വരുമ്പോൾ അതിൻ്റെ രീതിയിൽ, ന്യൂവിൻ്റെ ചർച്ചിൽ പോകുമ്പോൾ അതിൻ്റെ രീതിയിൽ അങ്ങനെ പ്രസംഗിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒരിക്കൽ എന്നെ ഒരു മീറ്റിങ്ങിന് കുളച്ചിൽ ഒരു മീറ്റിങ്ങിന് വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു, പാസ്റ്ററേ പ്രസംഗിക്കാൻ കയറുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞു, എല്ലാവരും പുതിയ ആൾക്കാരാണ്. ഞാൻ പറഞ്ഞു, അതാണ് എനിക്കിഷ്ടം, പുതിയ ആൾക്കാരാണല്ലോ. ഇല്ല, പ്രസംഗം ഒന്നുകൂടെ പുള്ളി പറഞ്ഞു, പ്രസംഗം ഒന്ന് ലൈറ്റായിട്ട് പ്രസംഗിക്കണം. രണ്ടാമത് പറഞ്ഞു, പുതിയ ആൾക്കാരാണ്, 2 പ്രസംഗം ഒന്ന് ലൈറ്റാണ്. ഞാൻ പറഞ്ഞു, എൻ്റെ പ്രസംഗം എല്ലാം ലൈറ്റാണ്. അതല്ല, ഉപദേശങ്ങൾ ഇപ്പോൾ അങ്ങ് പറയരുത്. പ്രൈസ് ദി ലോർഡ്. ഞാൻ പറഞ്ഞു, ഉപദേശം പറയാനല്ലേ നിങ്ങളാക്കിയിരിക്കുന്നത്. എന്നെ ഉപദേശം പറയാൻ എനിക്ക് ഒരു സഭയുണ്ട്, അവിടെ ഞാൻ ഉപദേശം പറയും. ഇവിടെ എനിക്ക് അല്ല, പാസൊന്നും വിചാരിക്കരുത്. ഞാൻ പറഞ്ഞു, നിങ്ങളെല്ലാം ആക്കിയിരിക്കുന്നത്. ഞാൻ സ്നേഹത്തോടെയാണ് പറഞ്ഞത്. ഇപ്പം ഞാൻ പറഞ്ഞ പോലെ കട്ടിയോടെ അല്ല, ആ സ്നേഹത്തിൽ ഞാൻ പറഞ്ഞു, ഉപദേശമൊക്കെ നിങ്ങളെ പറയാനല്ലേ ആക്കിയിരിക്കില്ലേ, നിങ്ങൾ പറഞ്ഞോണം. നമ്മുടെ ഉപദേശം പറയണത് നമ്മളാക്കിയിരിക്കുന്നിടത്ത്. ഇവിടെ ദൈവം തരുന്ന ആലോചന പറയും. പ്രൈസ് ദി ലോർഡ്. അത് ഉപദേശമാണെങ്കിൽ ഉപദേശം പറയും, പ്രവചനമാണെങ്കിൽ പ്രവചനം പറയും, ദൂതാണെങ്കിൽ ദൂത് പറയും. ഇനി സാധാരണ മെസ്സേജ് ആണെങ്കിൽ അങ്ങനെ പറയും, ഇനി പഴച്ചുകൊണ്ട് പോയതാണെങ്കിൽ അങ്ങനെ പറയും. ദൈവം എപ്പോഴെന്ത് എങ്ങനെ നിയോഗം തരുന്നോ അത് പറയും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ചില സമയത്ത് നമ്മൾ പഠിച്ചു കുറച്ചൊക്കെ എഴുതി കുറിച്ചൊക്കെ കയറി നിൽക്കുമ്പോൾ അത് പറയാൻ പറ്റില്ല. എഴുതി വെച്ചൊക്കെ കയറുന്നത് പറയാൻ പറ്റത്തില്ല. പിന്നെ ദൂതായിരിക്കും വരുന്നത്, ദൂത് പറഞ്ഞുകൊണ്ടിരിക്കും. ദൈവം തരുന്ന ദൂതുകൾ പറയും. എഴുതി വെച്ച് പഠിച്ചു വെച്ച് രാത്രി ഇരുന്ന് മണിക്കൂറുകൾ ഇരുന്ന് എഴുതിയും കുറിച്ചും വായിച്ചും വച്ചേക്കുന്നത് ചിലപ്പോൾ അവിടെ തന്നെ ഇരിക്കും. ഇന്ന് പകൽക്കാലം ദൈവാത്മാവിൽ ആശ്രയിച്ച ആമേൻ സ്തോത്ര ഹല്ലേലൂയ. ഞാൻ പറഞ്ഞതിൻ്റെ ആശയം മറ്റൊന്നുമല്ല,
ഹെരോദാവിന്റെ മുമ്പിൽ വചനത്തിന്റെ വ്യാഖ്യാനം അവർ തിരിച്ചു, വചനം അവർ മാറ്റി. പ്രവാചകന്മാർ പറഞ്ഞത് രാജാവിന് വെളിപ്പെടുത്തിയില്ല. അവർ ചിലതിനെ മാറ്റി, ചിലതിനെ ലഘൂകരിച്ചു കൊടുത്തു, ലഘൂകരിച്ചു പ്രസംഗിച്ചു. ഇന്നു പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളെ, ഒരു കാര്യം ഞാൻ വ്യക്തമായി പറയാം. അത് കണ്ടിട്ട്, അത് മനസ്സിലാക്കിയിട്ട് ഹെരോദാവ് വിദ്വാൻമാരെ, കാര്യങ്ങളെല്ലാം മനസ്സിലായല്ലോ. ഹെരോദാവ് വിദ്വാൻമാരെ രഹസ്യമായി വിളിച്ചു. എന്നിട്ട് ചോദിച്ചു, നക്ഷത്രം എന്നാ കണ്ടത്? ഭയങ്കര സ്നേഹം, കാര്യം മനസ്സിലായല്ലോ. പിന്നെ രഹസ്യമായി വിളിച്ചിട്ട്, നക്ഷത്രം എന്നാ കണ്ടത്? എപ്പോഴാ കണ്ടത്? പ്രൈസിൽ എത്ര നാൾ നിങ്ങൾ യാത്ര ചെയ്തു? എത്ര ദിവസം എടുത്തു? പ്രൈസിൽ എല്ലാം മനസ്സിലാക്കിയപ്പോൾ ഒരു 2 വർഷത്തിനകത്തായി കാര്യങ്ങളെല്ലാം. നക്ഷത്രം വെളിപ്പെട്ട് ഇവർക്ക് പഠിക്കണ്ടേ നക്ഷത്രം? പ്രൈസലോ, നക്ഷത്രത്തെക്കുറിച്ച് കണ്ട ഉടനെ ചാടിപ്പടഞ്ഞ് അങ്ങ് ഇറങ്ങാൻ പറ്റുമോ? ഇവരൊരു 1 വർഷം പഠിച്ചു, നക്ഷത്രത്തെക്കുറിച്ച് പഠിച്ചു. 1 വർഷം കഴിഞ്ഞാണ് അവർ പുറപ്പെട്ടത്. അപ്പോൾ എല്ലാം കൂടെ നോക്കിയപ്പോൾ ഒരു 2 വയസ്സിനകത്തായി, കുഞ്ഞ് ഇരിക്കേണ്ട പ്രായമായി. പ്രൈസല്ലോ, ശരിയാ. വിദ്വാൻമാർ അവിടെ നിന്ന് കണ്ടും പഠിച്ചും ഒക്കെ ചിന്തിച്ച് ഇഞ്ഞ് യേശുവിനെ കാണാൻ ഇഞ്ഞെത്തിയപ്പോൾ യേശു കർത്താവ് എഴുന്നേറ്റിരിക്കേണ്ട പ്രായമായി. ഹല്ലേലൂയ. ഇന്നു പകൽ വിദ്വാൻമാർക്ക് യേശുവിനെ കാണാൻ അല്പം താമസം എടുക്കേണ്ടി വന്നു. ചിലരങ്ങനെയാ, ശരിക്ക് പഠിച്ചിട്ട് രക്ഷിക്കപ്പെടൂ. ശരിക്കും ഞാൻ പറഞ്ഞ, ശരിക്ക് പഠിച്ചിട്ടേ രക്ഷിക്കപ്പെടാവൂ, സ്നാനപ്പെടാവൂ. ചുമ്മാ ആരെങ്കിലും പറഞ്ഞ ഉടനെ ചാടിക്കയറി ഇറങ്ങി മുങ്ങരുത്. പള്ളിയിൽ ചാടിക്കയറി വരരുത്. എന്തിനാണ് പ്രൈസലോ സ്നാനപ്പെടുന്നത് എന്തിനാണെന്ന് നമ്മൾ പഠിക്കണം. ചുമ്മാ പ്രൈസലോ ഹല്ലേലൂയ അങ്ങ് ചാടിപ്പടഞ്ഞിറങ്ങി ആമേൻ സ്നാനപ്പെടാനും ഒന്നും പള്ളിയിൽ പോകാനും ഒന്നും ചാടി ഇറങ്ങി പള്ളിയിൽ പോയിരുന്നോ, അത് കുഴപ്പമില്ല. പക്ഷേ സ്നാനപ്പെടുന്നെങ്കിൽ അതൊന്ന് മനസ്സിലാക്കണം. എന്തിനാ സ്നാനപ്പെടുന്നത്? ആരാ സ്നാനപ്പെടേണ്ടത്? ആർക്ക് വേണ്ടിയാ സ്നാനപ്പെടേണ്ടത്? ഒക്കെ നമ്മൾ പഠിക്കണം, മനസ്സിലാക്കണം. ചുമ്മാ ഇറങ്ങി കുളിക്കുന്നതാണ്, ആമേ മുങ്ങി പൊങ്ങുന്നതാണ് സ്നാനമെന്നൊന്നും ചിന്തിക്കരുത്. സ്നാനത്തെക്കുറിച്ച് ശരിക്കും മനസ്സിലാക്കണം. പ്രൈസ് അല്ലോ, സ്നാനത്തിൻ്റെ ആവശ്യകത നമ്മൾ മനസ്സിലാക്കണോ? ഹല്ലേലൂയ. നമ്മളെല്ലാം മനസ്സിലാക്കണം, കാര്യമെല്ലാം ബോധ്യപ്പെടണം. ഇത്തി ലേറ്റായാലും കുഴപ്പമില്ല, ആമേത്തി അവസ്ഥ നീണ്ടുപോയാലും കുഴപ്പമില്ല. ഇന്നോ പകൽ എന്നെ കേൾക്കുന്ന ദൈവപൈതലേ, നീ രക്ഷിക്കപ്പെട്ട, നീ സ്നാനപ്പെട്ട, നീ കൃപയിലേക്ക് വന്ന ഇന്നോ പകൽക്കാലം പിന്നെ നീ മരണം വരെ ക്രിസ്തുവിന് വേണ്ടി ബന്ധിക്കപ്പെട്ടവനാണ്. പിന്നെ നീ മരണം വരെ ലോകത്തിനല്ല. കുറച്ച് നാൾ കഴിഞ്ഞ് അയ്യോ സ്നാനപ്പെട്ട അവരങ്ങനെ പോയി, ഇവർ പോയി, പാസ്റ്റർ പോയി എന്ന് പറഞ്ഞ് നമ്മൾ വീണ്ടും വല്ലാത്തൊരു അനുഭവത്തിലാകാൻ ഇടയാകരുതെന്നോ പകൽ. ഞാനും നിങ്ങളോ യേശുവിനെ അറിയുമ്പോൾ, ദൈവസന്നിധി വരുമ്പോൾ, അവൻ്റെ കൽപ്പന അനുസരിക്കുമ്പോൾ ഇന്നോ പകൽക്കാലം അങ്ങേ അറ്റം നമ്മൾ ചിന്തിക്കണോ? എത്ര പേരെൻ്റെ ഞാൻ പറയുന്ന ദൈവവചനത്തോട് അംഗീകരിക്കുന്നു? ഇന്നോ പകൽ എന്നാലേ അവസാനത്തോളം നിലനിൽക്കാൻ പറ്റത്തുള്ളൂ. വീഴിക്കാൻ നോക്കുന്ന, വീഴ്ത്തിക്കളയാൻ നോക്കുന്ന, തകർത്ത് കളയാൻ നോക്കുന്ന, എന്തിനേറെ വീട്ടിൻ്റെ അകത്തുനിന്ന് വരെ നമ്മളെ വീഴ്ത്തിക്കാൻ വേണ്ടി, തകർത്ത് കളയാൻ വേണ്ടി കെണികളും കൊണ്ട് നടക്കുന്നവരുണ്ട്. പിശാചൊക്കെ വെറുതെ അങ്ങേ കിടക്കുന്നുള്ളൂ. നമ്മളെ വീട്ടിൻ്റെ അകത്തുനിന്ന് വീഴിക്കാനും വീഴ്ത്തിക്കാനും തകർക്കാനും നടക്കുന്നവരുണ്ട്. വീട്ടിൻ്റെ അകത്ത് അല്ലേലി നിന്നെ തകർക്കാൻ വേണ്ടി, നീ സ്വർഗത്തിൽ പോകാതിരിക്കാൻ വേണ്ടി, നീ പ്രാർത്ഥിക്കാതിരിക്കാൻ വേണ്ടി, നീ പള്ളിയിൽ പോകാതിരിക്കാൻ വേണ്ടി, നീ ദൈവവുമായി അടുക്കാതിരിക്കാൻ വേണ്ടി, നീ നിത്യതയെ അവകാശമാക്കാതിരിക്കാൻ വേണ്ടി നിന്നെ തകർക്കാൻ നോക്കുന്നവരുണ്ട്. ഇന്നോ പകൽക്കാലം അതും പിടിച്ചു നിൽക്കാൻ പ്രാപ്തരാകുമ്പോൾ ദൈവത്തിന് വേണ്ടി ചാടി ഇറങ്ങുക. ദൈവം നിന്നെ അന്ത്യത്തോളം എന്തും സഹിക്കാനുള്ള തൻ്റെ ഇടം സ്തോത്രം നമ്മുടെ മനസ്സിൽ ആയിക്കഴിയുമ്പോൾ ദൈവത്തിൻ്റെ സന്നിധിയെ നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കണം. അപ്പോൾ ദൈവം നമ്മളെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്ന് പറയാൻ അറിയത്തില്ല കർത്താവേ എന്നെ ഒന്ന് നിർത്തണേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചാൽ അതും ദൈവം അംഗീകരിക്കും. ഹല്ലേലൂയ. ഇവിടെ ഇതാ 2 വർഷം കഴിഞ്ഞ് ആവാറായപ്പോൾ വിദ്വാൻമാർ യേശുവിൻ്റെ അടുക്കലെത്തി. യേശുവിൻ്റെ അടുക്കൽ വന്നു. എത്ര പേര് വന്നു എന്ന് വ്യക്തമല്ല. അവിടെ യേശുവിൻ്റെ കാണാൻ എത്ര പേരാ വന്നേ?
എത്ര പേരാ വന്ന യേശുവിനെ കാണാൻ? ചിലർ പറയുന്നത് 3 എവിടെയാ കിടക്കുന്നേ? എവിടെയാ കിടക്കുന്ന ആരെയാ പറയുന്നു? 3 ബൈബിളിലില്ല. എത്ര പേരെന്ന്? കുറഞ്ഞത് 3 പേര് കാണാൻ സാധ്യത ഉണ്ട്. അതെന്തുകൊണ്ടാ? യേശുവിന് കാഴ്ച വെച്ച 3 സാധനം വെച്ചാണ് നമ്മൾ 3 എന്ന് പറയുന്നത്. എന്തൊക്കെയാ യേശുവിൻ്റെ മുമ്പിൽ കൊണ്ടുവച്ചത്? 1 പൊന്ന്, 2 മൂര്, 3 ആമേ സ്തോത്രം, ഹല്ലേലൂയ. ദൈവത്തിന് കൊടുത്തു. ഒന്ന് അവൻ്റെ രാജ്യത്വത്തെ അംഗീകരിച്ച് അന്നത്തെ ലോകങ്ങളിൽ മുൻപന്തിയിൽ നിന്ന സ്വർണം പൊന്ന് കൊണ്ട് കാഴ്ചവച്ചു. അവൻ രാജാവാണ്, അവൻ ദൈവമാണ്, ഇവൻ രാജാതിരാജാവാണ്. അതുകൊണ്ട് അന്നത്തെ ലോകങ്ങളിൽ മുൻപന്തിയിൽ നിന്ന പൊന്ന്, ഹല്ലേലൂയ, ആമേ കൊണ്ട് യേശുവിൻ്റെ പാദത്തിൽ സമർപ്പിച്ചു. ആമേ 2 ആമേ മൂര്, ആമേ യേശുവിൻ്റെ പ്രവാചകത്വത്തെ, അവനൊരു സാധാരണ വ്യക്തിയല്ല, ഇവൻ ലോകപ്രവാചകനാണ്, ഇവൻ പ്രവാചകന്മാരിൽ ശ്രേഷ്ഠനാണ്. ആ പ്രവാചകനായ ആമേ കാര്യത്തെ അനുസ്മരിച്ച് കൊണ്ടുവച്ച് 3 കുന്തിരിക്ക. യേശു ഒരു പുരോഹിതനല്ല, ഇവൻ മഹാപുരോഹിതനാണ്, പുരോഹിതന്മാരുടെ തലവനാണ്. ആമേ മഹാപുരോഹിതനാണ്. ആ പുരോഹിതനെ അനുസ്മരിച്ച് ആമേ കുന്തിരിക്കം കൊണ്ടുവച്ചു. 3 കാര്യങ്ങൾ യേശുവിൻ്റെ പാദപീഠത്തിൽ കൊണ്ടുവച്ചു. ഹല്ലേലൂയ. യേശുവിൻ്റെ പാദപീഠത്തിൽ കൊണ്ട് വച്ചിട്ട് എന്താ ചെയ്തത്? ആമേ സ്തോത്ര, ഹല്ലേലൂയ. ആമേൻ. കർത്താവിനെ അവർ നമസ്കരിക്കുവാനിടയായി. ഇന്നോ പകൽ എന്നെ കേൾക്കുന്ന ദൈവ പൈതലേ, യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി എനിക്കും നിങ്ങൾക്കും വേണ്ടിയാ. നിങ്ങൾക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പേ ജനിച്ചു, മരിച്ചു, അടക്കപ്പെട്ടു, പോയി, തീർന്നുമില്ല. നമ്മുടെ ഹൃദയത്തിൽ ഇന്നോ പകൽക്കാല ക്രിസ്തു ജനിക്കാൻ, നമ്മുടെ ജീവിതത്തിൽ ഇന്നോ പകൽ ആ ക്രിസ്തുവിനെ ജനിക്കുവാൻ എത്ര പേര്? വിദ്വാൻമാർ യേശുവിൻ്റെ ജനനം കണ്ടു, യേശുവിൻ്റെ ജനനം നടന്നെടുത്തു വന്നു, കാഴ്ചകൾ വച്ചു, ആമേൻ, എല്ലാം ചെയ്തു. പക്ഷെ അവരുടെ ഹൃദയത്തിൽ യേശു ജനിക്കാനിടയായില്ല. ഇന്നോ പകൽ എവിടെയെങ്കിലും യേശു ജനിച്ചത് കൊണ്ടോ, എല്ലാ വർഷവും ജനിച്ച് അതിൻ്റെതായ ആഘോഷങ്ങൾ നടത്തിയത് കൊണ്ടോ ഇന്ന് പകൽക്കാലം ആമേ അതിന് ഒരിതായി മാറുന്നില്ല. ഈ വർഷമെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ യേശു ക്രിസ്തു ജനിക്കട്ടെ. എത്രയോ വർഷം കൊണ്ട് യേശുവിൻ്റെ തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കുന്നു. എത്രയോ വർഷം നമ്മൾ യേശു ക്രിസ്തുവിൻ്റെ തിരുപ്പിറവി നമ്മൾ ആഘോഷിക്കുന്നു. ഇന്ന് പകൽക്കാലം യേശുവിൻ്റെ ജനനം ആമേ നമ്മുടെ ജീവിതങ്ങൾക്ക് എന്തെങ്കിലും ഗുണം ചെയ്തിട്ടുണ്ടോ? ഹല്ലേലൂയ. യേശുവിൻ്റെ ജനനം ലോകത്തിൻ്റെ സന്തോഷമായി തീരാനാ, മഹാസന്തോഷമായി തീരാനാ. ഇന്ന് പകൽ നമ്മുടെ വീട്ടിൽ യേശു ഉണ്ടെന്ന് പറഞ്ഞിട്ടും നമുക്കൊരു സന്തോഷമില്ലാതെ ആയിരിക്കുന്നെങ്കിൽ ഇന്ന് പകൽ ആ ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലൊന്ന് വാഴട്ടെ, നമ്മുടെ ജീവിതത്തിലൊന്ന് വാഴട്ടെ, നമ്മുടെ കുടുംബത്തിലൊന്ന് വാഴട്ടെ. ആ കർത്താവിൻ്റെ ആമേ തിരുപ്പിറവി നമ്മുടെ ജീവിതങ്ങളിലൊന്നാകട്ടെ. ഹല്ലേലൂയ. നിങ്ങൾക്ക് 2023 വർഷങ്ങൾക്ക് മുമ്പ് യേശു ജനിച്ചു, നമ്മളെല്ലാം അംഗീകരിക്കുന്നു. പക്ഷെ ഇന്നും അത് പുൽക്കൂട്ടിലാണെങ്കിൽ, അത് ഇന്നും ഏതെങ്കിലും പള്ളിക്കകത്താണെങ്കിൽ, അത് ഇന്നും ഏതെങ്കിലും വീട്ടിൻ്റെ അകത്താണെങ്കിൽ നമുക്കെന്താ ഗുണം? നമുക്കെന്താ ഗുണം? ഇന്നും പകൽ എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഒരു കാര്യം ഞാൻ പറയാം. ക്രിസ്തുവിന് വേണ്ടി ഹൃദയം കൊടുക്കാമോ? യേശുവിൻ്റെ ഹൃദയത്തിലൊന്ന് വാഴണമേ എന്ന്, നമ്മുടെ ഹൃദയത്തിലൊന്ന് ജനിക്കണമേ എന്ന്, നമ്മുടെ ഹൃദയത്തിലൊന്ന് ആമേൻ ഉരുവാകണമേ എന്ന് പൗലോസ് പറയുന്നത്. ക്രിസ്തുവിനെ നിങ്ങളിൽ ഉരുവാകുവോളം ഞാൻ പ്രസവേദന അനുഭവിക്കുന്നു എന്നാണ്. നിങ്ങളിൽ ഉരുവാകുവോളം. ഹല്ലേലൂയ. യേശു നമ്മുടെ ഹൃദയത്തിൽ വന്നാൽ തീർന്നു. എന്തോ തീർന്നു? നമ്മുടെ ജീവിതത്തിലെ ആമേ നമ്മൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിഹാരമായി പിന്നെ യേശു നോക്കിക്കൊള്ളും. ഹല്ലേലൂയ. യേശു ഇല്ലാത്തതാ നീ കിടന്ന് വെപ്രാളപ്പെടുന്നത്.
യേശു ഇല്ലാത്തത് കൊണ്ടാണ് ഇവിടെ കിടന്ന് ചാഞ്ചാടുന്നത്. യേശു ഇല്ലാത്തത് കൊണ്ടാണ് നീ ഇവിടെ കിടന്ന് കഷ്ടപ്പെടുന്നത്. ഇന്നു പകൽക്കാലം നിന്നെ ദൈവം വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം കണ്ടിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ തിരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ നിന്നെ നടത്താൻ എൻ്റെ ദൈവം മതിയായവനാ. നീ ദൈവത്തിന് ബുദ്ധി പറഞ്ഞു കൊടുക്കണ്ട, നീ ദൈവത്തിന് വഴി പറഞ്ഞു കൊടുക്കണ്ട, നീ ദൈവത്തിന് ആലോചന പറഞ്ഞു കൊടുക്കണ്ട, നീ ദൈവത്തിന് മന്ത്രിയായിരിക്കണ്ട. ഇന്നോ പകൽക്കാലം സ്വർഗത്തിലെ ദൈവം ഇന്നോ പകൽ നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, ദൈവം നിന്നെ ഇത്രത്തോളം നടത്തിയിട്ടുണ്ടെങ്കിൽ, ഇന്നോ പകൽ നിന്റെ ശരീരത്ത് വ്യാപരിച്ചു പോരാടി നിൽക്കുന്ന, നിന്റെ ശരീരത്തിൻ്റെ മേൽ അധികാരം പറഞ്ഞു നിൽക്കുന്ന, നിന്നെ നിരന്തരമായി അസ്വസ്ഥപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ മാനസികമായി ഉറക്കം കെടുത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ ശാരീരികമായി തളർത്തിക്കൊണ്ടിരിക്കുന്ന, നിന്നെ വല്ലാത്ത ഒരു പിരിമുറുക്കത്തിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്ന ആ പൈശാചിക മണ്ഡലത്തെ, ആ പാരമ്പര്യ പോരാട്ടത്തെ, ആ ദുരാത്മാവിന്റെ വെല്ലുവിളിയെ ഇന്നോ പകൽക്കാലം ദൈവാത്മാവ് തായ്വേരോടെ ഇന്നോ പകൽക്കാലം എടുത്തു മാറ്റുമെന്ന് എത്ര പേര് ഇന്നോ പകൽക്കാലം ഉറയ്ക്കുന്നുണ്ട്. ഇന്നോ പകൽ കർത്താവിൻ്റെ കരങ്ങളിൽ എത്ര പേര് ഏൽപ്പിക്കുന്നു. ആ ബെത്ലഹേമിൽ ജനിച്ച യേശു ഇന്നോ പകൽ എൻ്റെ വീട്ടിൽ ജനിക്കട്ടെ. ആ ബെത്ലഹേമിൽ ജനിച്ച യേശു ഇന്നോ പകൽ എൻ്റെ ഹൃദയത്തിൽ ജനിക്കട്ടെ.